Good evening, all. PG and Research Department of Physics, Government Arts and Science College, Calicut, welcome you to the eighth day of online certificate course on Introduction to Quantum Computations. I would like to welcome Dr. Rinti for handling today's sessions. Welcome you, sir. താങ്ക് യു സ്മാരി ടീച്ചർ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ്റെ 8ാമത്തെ ലെക്ചറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാണാം സർ. ഓക്കെ. അപ്പോൾ ഈ 8ാമത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടം സർക്യൂട്ട് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കിക്കോളൂ. ക്വാണ്ടം ഗേറ്റ്സ് ആർ കമ്പൈൻഡ് ടു ഫോം എ സർക്യൂട്ട് കോൾഡ് ക്വാണ്ടം സർക്യൂട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ക്വാണ്ടം ഗേറ്റ്സ് എന്ന് പറയുന്നതുണ്ട്. ആ ക്വാണ്ടം ഗേറ്റ്സുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന സർക്യൂട്ട്സ് ആണ് ക്വാണ്ടം സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അത് ചില സ്പെസിഫിക് ടാസ്കിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലത്തെ സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒരു സർക്യൂട്ട് ആദ്യം പരിചയപ്പെടാം, എന്നിട്ട് മുന്നോട്ട് പോകാം. A simple quantum circuit containing 3 qubit gate is shown in figure. അതായത് ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ക്വാണ്ടം ഗേറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്വാണ്ടം സർക്യൂട്ട്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ 3 ക്വാണ്ടം ഗേറ്റ്സ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 3 ക്വാണ്ടം ഗേറ്റ് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ 3 സീനോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സീനോട്ട് മൂന്ന് ഡിഫറെന്റ് രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ രണ്ടാമത് കാണുന്ന ഈ ഒരു ഗേറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇതാണ് സാപ്പ് ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ്. അതായത് 3 സീനോട്ട് ഗേറ്റ് കമ്പൈൻ ചെയ്ത് ഒരു സാപ്പ് സർക്യൂട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സാപ്പ് ഗേറ്റ് ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടം സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യത്തത് സീനോട്ടാണ്. രണ്ടാമത്തെ സീനോട്ട് നേരെ ഇൻവെർട്ടഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണ സീനോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് കൺട്രോളും ഒരു ടാർജറ്റും ഉണ്ട്. ഇവിടുത്തത് ഫസ്റ്റ് കൺട്രോള്, രണ്ടാമത്തെ ടാർജറ്റ് ആണ്. രണ്ടാമത്തെ സീനോട്ടിലാണെങ്കിൽ രണ്ടാമത്തതാണ് കൺട്രോള്, ഫസ്റ്റ് ടാർജറ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ നോർമൽ ആയിട്ടുള്ള സീനോട്ട്, ഫസ്റ്റ് കൺട്രോള് പിന്നീട് ടാർജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കമ്പൈൻ ചെയ്താൽ ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നമ്മുടെ സാപ്പ് ഗേറ്റിന്റെ അതേ ആക്ഷൻ തന്നെ ചെയ്യുന്ന ഒരു ക്വാണ്ടം സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്നുകൂടി അനലൈസ് ചെയ്യാം, എങ്ങനെയാണ് അത് രണ്ടും സെയിം ആണോ എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ആദ്യം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ദി സർക്യൂട്ട് ഈസ് റീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ക്വാണ്ടം സർക്യൂട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ്. അതായത് ക്വാണ്ടം സർക്യൂട്ട്സിൽ എന്തുണ്ടാവും വെച്ചാൽ മെനി ഗേറ്റ്സ് ഉണ്ടാവും. മെനി ഗേറ്റ്സ് കമ്പൈൻ ടു ഫോം എ സർക്യൂട്ട് ആണ് എന്ത് ക്വാണ്ടം ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 3 ഗേറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ റീഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ്. ആദ്യം ലെഫ്റ്റിലെ ഫസ്റ്റ് ഇതെന്ന് പറയുന്ന ആദ്യത്തെ ഈ സീനോട്ട്, പിന്നീട് രണ്ടാമത്തെ സീനോട്ട് ഇൻവെർട്ടർ ആയിട്ടുള്ള, മൂന്നാമത്തെ സീനോട്ട് എന്നുള്ള രീതിയിൽ. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കേണ്ടത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് റീഡ് ചെയ്യുന്നത്. ഈച്ച് ലൈൻ ഇൻ ദി സർക്യൂട്ട് റെപ്രസെന്റ് എ വയർ ഇൻ ദി ക്വാണ്ടം സർക്യൂട്ട്. ഇതിലെ ഈച്ച് ലൈൻ, ഓരോ ലൈനും ഓരോ വയറാണ്. അപ്പോൾ അത് ഇതിന്റെ ഓരോ ക്യൂബിറ്റിനെ കാണിക്കുന്ന വയേഴ്സ് ആയിരിക്കും ഇതുണ്ടാകുന്നത്. ദ വയർ ഡസ് നോട്ട് നെസസറിലി കറസ്പോണ്ട്സ് ടു എ ഫിസിക്കൽ വയർ. ഇത് നമ്മൾ റിയൽ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതെന്തായിക്കോളണം എന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ റിയൽ ആയിട്ടുള്ള വയർ തന്നെ ആയിക്കോളണം എന്നൊന്നും നിർബന്ധമല്ല. ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് തരുന്ന കൈൻഡ് ഓഫ് തിങ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ക്വാണ്ടം ഗേറ്റ്സും ഈ ക്വാണ്ടം സർക്യൂട്ടും പറയുന്നത്. അപ്പോൾ ഇത് വയറാവണമെന്നൊന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് മേ കറസ്പോണ്ട്സ് ടു എ ഫിസിക്കൽ പാർട്ടിക്കിൾ സച്ച് ആസ് ഫോട്ടോൺ മൂവിങ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ത്രൂ സ്പേസ്. ഇത് വേണമെങ്കിൽ എന്താവാന്ന് വെച്ചാൽ, ഈ വയറിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഫോട്ടോൺ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന ഫോട്ടോണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ സർക്യൂട്ട് ഒന്നുകൂടി, നമുക്കിത് രണ്ടും സെയിം ആണോ എന്നുള്ളതൊന്ന്
നോക്കാം. അതായത് നമുക്ക് ഈ ഒരു സാപ്പിന്റെ ആക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യുന്നു, പരസ്പര ബിറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, സാപ്പിൽ വരുന്നത്. അതായത് 1, 2 എന്ന് പറയുന്നതിലാണ് 1ഉം 2ലെയും ബിറ്റുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ ആ ക്യൂബിറ്റിന്റെ ആ എൻട്രീസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് സാപ്പ് ഗേറ്റ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ കൂടി ഈ 3 ഗേറ്റിലൂടെയും നമ്മുടെ ഓരോ സ്റ്റേറ്റിനെയും എടുത്താൽ നമുക്ക് സാപ്പ് ഗേറ്റിന്റെ അതേ ഓപ്പറേഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം അതായത് ഗെറ്റ് 00നെ ഒരു 1 C0 ആദ്യത്തെ ഒരു C0 കടത്തി വിടുന്നു. അപ്പോൾ C0 നമ്മൾ കടത്തി വിടുകയാണ്. ഇത് 1 C0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ C0 എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ ഒരു C0 കടത്തി വിടുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു C0 ഗെറ്റ് 00 കടത്തി വിട്ടാൽ എന്താണ് സംഭവിക്കുക? C0ന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോള് 1 ആകുന്ന സമയത്ത് ടാർഗറ്റ് എന്ത് ചെയ്യുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നു. അതാണ് C0ന്റെ ആക്ഷൻ. അപ്പൊ കൺട്രോൾ എന്താണെന്ന് നോക്കുക. കൺട്രോൾ 0 ആണെങ്കിൽ ടാർഗറ്റ് എന്ത് ചെയ്യില്ല, വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ കൺട്രോൾ എന്താണ്, 00ലെ ഫസ്റ്റ് ബിറ്റ് ആണ് കൺട്രോൾ ആയിട്ട് വരുന്നത്. അപ്പോൾ കൺട്രോൾ 0 ആണ്. അപ്പം ടാർഗറ്റ് എന്ത് ചെയ്യില്ല, ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോ ഈ ഒരു ഗെറ്റ് 00 ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഫസ്റ്റ് C0 കടത്തി വിട്ടാൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്ന് വെച്ചാൽ ഗെറ്റ് 00 തന്നെയായിരിക്കും. സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. പിന്നീടുള്ളത് ഒരു C0 നേരെ തിരിച്ച് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ കൺട്രോൾ ഏതാണെന്ന് നോക്കണം. കൺട്രോൾ രണ്ടാമത്തതാണ്. ഇവിടെ 00ലെ രണ്ടാമത്തെ ബിറ്റ് നോക്കണം. രണ്ടാമത്തതും 0 തന്നെയാണ്. അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഇതിൽ കൂടി കടത്തി വിട്ടാലും എന്ത് വരില്ല എന്ന് വെച്ചാൽ ഇതിനൊരു ചേഞ്ചും വരില്ല. അപ്പോൾ ഗെറ്റ് 00 രണ്ടാമത്തെ ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ, C0 കടത്തി വിട്ടാലും ഗെറ്റ് 00 തന്നെ. പിന്നെ മൂന്നാമത്തെ C0 കടത്തി വിടുന്ന സമയത്ത് അവിടെ ഇതെന്താണ്, കൺട്രോൾ 0 ആണ്. കൺട്രോൾ 0 എന്ന് വെച്ചാൽ ആദ്യത്തെ ബിറ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. അതായത് ഗെറ്റ് 00നെ ഈ ഒരു ഇതിൽ കൂടെ കടത്തി വിട്ടാൽ എന്താണ്, ഗെറ്റ് 00 തന്നെയാണ്. അപ്പൊ സാപ്പ് ഗേറ്റിന്റെ അതേ ഓപ്പറേഷൻ തന്നെയാണ്. സാപ്പ് ഗേറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഗെറ്റ് 00 ആണെങ്കിൽ അതിനെ പരസ്പരം അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യും. 0യും 0യും എക്സ്ചേഞ്ച് ചെയ്താൽ എന്തുണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് സാപ്പ് ഗേറ്റിന്റെ ഫസ്റ്റ് ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തത് നോക്കാം. 01നെ നമ്മൾ ഈ ഒരു ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ 01 ആണെങ്കിൽ ഫസ്റ്റ് C0 കടത്തി വിടുമ്പോൾ 01 ആണ്. അതായത് കൺട്രോൾ 0 ആണ്. ടാർഗറ്റ് എന്താണ്, 1 ആണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും വെച്ചാൽ കൺട്രോൾ 0 ആയതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്തുണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, രണ്ടാമത്തത് 01നെ രണ്ടാമത്തെ C0 കടത്തി വിടുന്ന സമയത്ത് ഇതിലെ എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ രണ്ടാമത്തെ പൊസിഷനിൽ ആണ് വരുന്നത്, സെക്കൻഡ് ഇതിലാണ് വരുന്നത്, സെക്കൻഡ് ലൈനിലാണ്. അപ്പൊ ഈ രണ്ടാമത്തെ ബിറ്റ് ആണ് കൺട്രോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഇവിടെ രണ്ടാമത്തെ എന്താണ്, 1 ആണ് വരുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ ബിറ്റിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യും. അതായത് 01 എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 1 ആക്കി മാറ്റും. കാരണം ഇവിടുത്തെ രണ്ടാമത്തെ കൺട്രോൾ 1 ആണ്. അതുകൊണ്ട് ടാർഗറ്റ് എന്ത് ചെയ്യും, ഇവിടുത്തെ ഫസ്റ്റിലത്തെ ബിറ്റ് ആണ് ടാർഗറ്റ് എന്ത് ചെയ്യും, ഒന്ന് ഫ്ലിപ്പ് ചെയ്യും. അപ്പൊ അത് 1 ആയി മാറും. ഇനി ഈ 1 മൂന്നാമത്തെ C0 പോകുമ്പോൾ ഫസ്റ്റ് ബിറ്റ് കൺട്രോൾ 1 ആണ്. അപ്പൊ ടാർഗറ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യും. അപ്പൊ 1 എന്ന് പറയുന്നത് 1 ആയി മാറും. അതായത് 01 ഈ ഒരു 3 ഗേറ്റിലൂടെ കടത്തി വിടുന്ന സമയത്ത് നമുക്ക് 1 കിട്ടും. ഇതും എന്താണ്, സാപ്പ് ഗേറ്റ് തന്നെയാണ്. 01 എന്ത് ചെയ്യുന്നു, പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു. 01 10 ആയി മാറുന്നു. അതാണല്ലോ ഈ സാപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി 10 ആണെങ്കിൽ ഇതേപോലെ 10 ഫസ്റ്റ് C0 കടത്തി വിടുമ്പോൾ ആദ്യത്തത് 1 ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഫ്ലിപ്പ് ചെയ്യും. അപ്പൊ 1 ആവും. പിന്നെ രണ്ടാമത്തെ C0 കടത്തി വിടുമ്പോൾ രണ്ടാമത്തത് 1 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, 1 എന്തായും 0 ആവും. 01 ആയി മാറും. ഇനി 01 എന്ന് പറയുന്നത് വീണ്ടും C0 കടത്തി വിടുന്ന സമയത്ത് ആദ്യത്തെ 0 ആയതുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ 01 തന്നെ. അതായത് 10നെ എന്തായി മാറ്റും, 01. അതായത് സാപ്പിംഗ് ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ 11 ആണെങ്കിൽ ഫസ്റ്റ് C0 കടത്തി വിടുമ്പോൾ ആദ്യത്തെ ബിറ്റ് 1 ആണ്. അപ്പൊ രണ്ടാമത്തെ എന്ത് ചെയ്യണം, നേരെ ഫ്ലിപ്പ് ചെയ്യണം. 10 ആയി മാറും. പിന്നീട് രണ്ടാമത്തെ C0 കടത്തി വിടുമ്പോൾ രണ്ടാമത്തെ 0 ആണ്. അതുകൊണ്ട് എന്തില്ല, ഒരു വേരിയേഷനും ഉണ്ടാവില്ല. അപ്പൊ 10 ആണ്. പിന്നെ മൂന്നാമത്തെ C0 കടത്തി വിടുമ്പോൾ ആദ്യത്തത് 1 ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ എന്ത് ചെയ്യണം, ഫ്ലിപ്പ് ചെയ്യണം. 1 എന്നുള്ള രീതിയിൽ വരും. അതായത് ഇവിടെ എന്താണ് 11 എന്ന് പറയുന്നത്
എന്താ കിട്ടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് 1-1 തന്നെയാണ് കിട്ടുന്നത്. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്താലും സെയിം തന്നെയാണ് വരുന്നത്. അതായത് ഈ 3 ഗേറ്റും ഇങ്ങനത്തെ ഒരു 3 സീനോട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് അത് സ്വാപ്പ് ഗേറ്റിന്റെ അതേ ആക്ഷൻ ആണ് തരുന്നത്. അപ്പൊ ഇതാണ് സ്വാപ്പ് ഗേറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ക്വാണ്ടം സർക്യൂട്ടിന്റെ അനാലിസിസ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് അതിന്റെ വേരിയേഷൻ വരുന്നത്. ദിസ് ഈസ് ദ സർക്യൂട്ട്. ദിസ് സർക്യൂട്ട് സാപ്പ് ദി സ്റ്റേറ്റ് ഓഫ് 2 ക്യൂബിറ്റ്. ഇത് 2 2 ക്യൂബിറ്റിന് എന്ത് ചെയ്യുന്നു? സാപ്പ് ചെയ്യുന്ന സർക്യൂട്ടാണ്. അപ്പൊ ഇനി ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു മെട്രിക്സ് മെത്തേഡിലൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം പലപ്പോഴും വലിയ കോംപ്ലിക്കേറ്റഡ് ക്വാണ്ടം സർക്യൂട്ട്സ് ഒക്കെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ഓരോ ഗേറ്റിലൂടെ കടത്തി വിട്ട് കൊണ്ടുവരുന്ന ഓപ്പറേഷൻ ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അത്ര ഈസി ആയിട്ട് വലിയ ഒരുപാട് ബിറ്റുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിലേക്ക് മാറ്റി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മെട്രിക്സ് പ്രൊഡക്റ്റ് നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചില പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെട്രിക്സിനെ വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും അപ്പൊ അത് കുറച്ചുകൂടി പ്രോബ്ലം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ അതിനെ ഇതേ സർക്യൂട്ട് നമുക്ക് മെട്രിക്സ് വെച്ചിട്ട് എങ്ങനെ അനാലിസിസ് ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈക്വൽ ആണെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സ്വാപ്പ് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗേറ്റിനും അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ആക്ഷൻ ഈ 3 ഗേറ്റ് കൂടി ആക്ഷൻ കൊണ്ട് ഈ 3 ഗേറ്റിന്റെ ഈ ഓപ്പറേഷൻ ചെയ്താൽ ആ സാബ് ഗേറ്റിന്റെ അതേ മെട്രിക്സ് കിട്ടുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. എങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ സാബ് ഗേറ്റും ഈ 3 ഗേറ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരേ റിസൾട്ട് ആണ് തരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ ഓരോരോ ഇതിന്റെ സാബ് ഗേറ്റിന്റെ മെട്രിക്സുകൾ എടുക്കുന്നു. സാബ് ഗേറ്റിന്റെ അല്ല, സീനോട്ടിന്റെ മെട്രിക്സുകൾ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തത് സീനോട്ടാണ്. അപ്പൊ സീനോട്ടിന്റെ മെട്രിക്സ് നമ്മൾ എടുക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്ന ആദ്യം ഒരു സീനോട്ട്, പിന്നീട് ഒരു സീനോട്ട് ഇൻവെർട്ടഡ് ആണ്, പിന്നീട് ഒരു സീനോട്ട് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് നമ്മുടെ ഇതിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് ഈ സർക്യൂട്ടിനെ നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ആദ്യത്തെ ഈ സീനോട്ട് എന്ന് പറയുന്നത് ശരിക്കും റൈറ്റിലാണ് ഇടുക. അതായത് ഈ ഓർഡറിലായിരിക്കില്ല നമ്മൾ മെട്രിക്സ് ഫോമിൽ കാണിക്കുന്ന സമയത്ത്, നേരെ തിരിച്ചായിരിക്കും വരുന്നുണ്ടാവുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം ഈ ഒരു സീനോട്ടിന്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളൊരു സീനോട്ട് എടുക്കും. അതായത് ഇതാണ് ഏറ്റവും റൈറ്റിലാണ് ആ സീനോട്ട് എടുക്കേണ്ടത്. ഫസ്റ്റ് ഗേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സിന് ആദ്യം റൈറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു റൈറ്റിൽ ആ ഒരു മെട്രിക്സിനെ കൊടുക്കുന്നു. പിന്നീട് രണ്ടാമത് സീനോട്ട് ഇൻവെർട്ടഡ് ആയിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇത്. അത് പിന്നീട് വരുന്നു. പിന്നെ ലാസ്റ്റിൽ ഒരു സീനോട്ട് കൂടി ഉണ്ട്. അപ്പൊ ആ സീനോട്ടിന്റെ മെട്രിക്സ് വീണ്ടും വരുന്നു. അപ്പൊ ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ആണ് കിട്ടേണ്ടത് എന്ന് വെച്ചാൽ സ്വാപ്പിന്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം ഈ 2 മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഒരു 4x4 മെട്രിക്സ്, ഈ 4x4 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു 4x4 കിട്ടി. പിന്നെ ഇതിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. അത് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാബ് ഗേറ്റ് തന്നെയാണ്. അതായത് ഇങ്ങനെ ഈ 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സാബ് ഗേറ്റിന്റെ മെട്രിക്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ 3 സീനോട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്താൽ അതൊരു ക്വാണ്ടം സർക്യൂട്ട് ഫോർ സാബ് ഗേറ്റ് ആണ്. സാബ് ഗേറ്റിന്റെ ഒരു ക്വാണ്ടം സർക്യൂട്ട് ആണ്. സീനോട്ട് ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വാണ്ടം സർക്യൂട്ട് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി, അതിന്റെ ഒരു ഐഡിയ ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഗേറ്റിനെ നമ്മൾ എന്താണ് റൈറ്റിലാണ് ഇടുന്നത്. പിന്നീട് വരുന്ന ഗേറ്റിലെ ഏറ്റവും അവസാനത്തെ ഗേറ്റ് ഏറ്റവും ലെഫ്റ്റിലായിരിക്കും വരുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഈ മെട്രിക്സുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇതിനെ, അതായത് ഒരു സ്റ്റേറ്റിന് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ഗേറ്റിലൂടെ കടത്തി വിടുന്നത്. അപ്പോൾ ആ കടത്തി വിടുന്നതിന് നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അതായത് ഇവിടെ കെറ്റ് 00 ആണെങ്കിൽ അതുപോലത്തെ സ്റ്റേറ്റ് ഉണ്ടാവും. അതിനെയായിരിക്കും ഈ സീനോട്ടിലൂടെ കടത്തി വിടുന്നത്. അതായത്
തൊട്ട് മുമ്പിലത്തെ ഈ ഗെറ്റ് 00 ആയിരിക്കും ഒരു സീനോട്ടിലൂടെ കടത്തി വിടുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഗെറ്റ് 00 എന്ന് പറയുന്നത്. അതിനെ മെട്രിക്സ് വെച്ചിട്ട് കാണിക്കുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഗെറ്റ് 00ന്റെ ഫ്രണ്ടില് ഒരു എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു സീനോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു മെട്രിക്സ് കിട്ടുക. അതായത് ഇതൊരു വെക്ടർ ആണ് ഗെറ്റ് 00 എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഒരു വെക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു വെക്ടറിനെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു വെക്ടർ തരിക എന്നുള്ളതാണ് ഈ ഒരു ഗേറ്റിന്റെ ഓപ്പറേഷൻ വരുന്നത്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്ററി ട്രാൻസ്ഫോം വൺ സ്റ്റേറ്റ് അനദർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റിന്റെ മേലെ ഒരു മെട്രിക്സ് ആക്ട് ചെയ്ത് മറ്റൊരു സ്റ്റേറ്റ് തരിക എന്നുള്ള രീതിയിലായിരിക്കും ഓപ്പറേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റ് ഇത് ഇവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ മേലെ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നീട് അടുത്ത എന്തുണ്ടാവുന്ന വെച്ചാൽ അടുത്ത ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വേറൊരു മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ ഗേറ്റ് നമ്മൾ ഈ സ്റ്റേറ്റിന്റെ മേലെ ഫസ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ കെറ്റ് വെക്ടറിന്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അതായത് ഒരു കെറ്റിന്റെ മേലെ ഒരു ഓപ്പറേറ്റർ ലെഫ്റ്റ് നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റ് നിന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു കെറ്റ് വെക്ടർ ആണ്, അതിന്റെ ലെഫ്റ്റിലായിരിക്കും ആക്ട് ചെയ്യുക, റൈറ്റിൽ നിന്ന് ആക്ട് ചെയ്യില്ല. ആദ്യം ലെഫ്റ്റിലാണ് ആക്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഇതിന്റെ മേലെ ലെഫ്റ്റിൽ നിന്ന് ആക്ട് ചെയ്യും. പിന്നെ അടുത്തത് അതിന്റെ ലെഫ്റ്റിലായിരിക്കും ആക്ട് ചെയ്യുക. അതായത് നമ്മൾ ഇങ്ങനത്തെ ഈ ഓപ്പറേഷൻ വരുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ ഗേറ്റ് ആയിരിക്കും ഏറ്റവും അവസാനം ആക്ട് ചെയ്യുന്നത്. അത് ഏറ്റവും ലെഫ്റ്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഗേറ്റ് എവിടെയായിരിക്കും വരിക വെച്ചാൽ ഏറ്റവും ലെഫ്റ്റിലായിരിക്കും. പിന്നെ ഏറ്റവും ഫസ്റ്റിലത്തെ ഗേറ്റ് ഏറ്റവും റൈറ്റിലായിരിക്കും. അതാണ് ഇതിന്റെ ഓർഡർ ഈ ഒരു രീതിയിലാണെന്ന് പറയാൻ കാരണം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന് അവസാനം ഒന്നുകൂടി ചോദിക്കാവുന്നത്, നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കണമെങ്കിൽ ക്ലിയർ ആക്കാവുന്നതുമാണ്. അപ്പൊ ഇതാണ് സാപ്പ് ഗേറ്റ്. അപ്പൊ ഇതിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാപ്പ് ഗേറ്റിന്റെ ഈ 3 ഗേറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ സാപ്പ് ഗേറ്റിന്റെ അതേ മെട്രിക്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു സർക്യൂട്ട് കൂടി, ഇന്ന് നമ്മൾ കുറച്ച് സർക്യൂട്ടുകളാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബെൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാണ്ടം കമ്പ്യൂട്ടേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ബെൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അത് മാക്സിമലി എൻടാങ്കിൾഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് പല പല കാര്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്സ് ആണ് ബെൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബെൽ സ്റ്റേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ട്, അതായത് അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. അതായത് XY എന്ന് പറയുന്നത് 2 ക്യൂബിറ്റ് ആണ്. 2 ക്യൂബിറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബെൽ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം എന്ത് ചെയ്യുന്ന ഒരു ഹടമാട് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ ക്യൂബിറ്റ് ഗേറ്റ് ആണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ലൈനിലായിരിക്കും, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഗേറ്റ് ആണ് ഹടമാട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഹടമാട് വരുന്നു, രണ്ടാമത്തെ ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മളൊരു സീനോട്ട് ഗേറ്റ്, അതായത് ഒരു ഹടമാട് ഒരു സീനോട്ട്, ഇതാണ് ആ ഒരു ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പറേഷൻ ചെയ്താൽ, അതായത് ഒരു ഗിവൺ സ്റ്റേറ്റിന് ഒരു 2 ക്യൂബിറ്റ് സ്റ്റേറ്റിന് ഈ ഹടമാട് സീനോട്ടിലൂടെ കടത്തി വിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെൽ സ്റ്റേറ്റ്സ് കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇനി വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ മെട്രിക്സ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഹടമാട് ആദ്യത്തതിൽ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേലില്ല. നേരത്തെ വളരെ സിമ്പിൾ ആയിരുന്നു. തൊട്ട് മുമ്പിലത്തെ ആണെങ്കിൽ 2 ക്യൂബിറ്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, XY എന്ന് പറയുന്ന 2 ക്യൂബിറ്റ് സ്റ്റേറ്റിനെ 2 ക്യൂബിറ്റിലൂടെ തന്നെയാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നോക്കിക്കോളൂ. അതായത് കെറ്റ് 00 XY എന്ന് പറയുന്നത് കെറ്റ് 00 ആണ്. അത് നമ്മൾ ഹടമാടിലൂടെ കടത്തിവിടുകയാണ്. ഈ ഹടമാടിലൂടെ കടത്തിവിടുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഈ ഹടമാട് എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ബിറ്റ് ആണ്. ഫസ്റ്റ് ബിറ്റിലാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹടമാട് വരുന്നത് ഫസ്റ്റ് ക്യൂബിറ്റിലാണ്. അപ്പോൾ രണ്ടാമത്തേൽ ഒന്നുമില്ല. അതുകൊണ്ട് രണ്ടാമത്തത് ഇവിടെ കെറ്റ് 00 എന്ന് വെച്ചാൽ ആദ്യത്തെ 0 മേലത്തെ X ആണ്, രണ്ടാമത്തെ 0 Y ആണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തേൽ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഹടമാടിലൂടെ കടത്തി വിടുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റിന് എന്ത് വരില്ല, ഒരു വ്യത്യാസം വരില്ല. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ് നമ്മൾ അതുപോലെ കെറ്റ് 0 എന്ന് ഇട്ടു.
ആദ്യത്തെ സ്റ്റേറ്റ് എന്തായി മാറും? get 0 എന്തായി മാറും എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹഡമാഡിന്റെ ഓപ്പറേഷൻ ഒരു get 0നെ ഹഡമാഡിലൂടെ കടത്തിവിട്ടാൽ get 0 പ്ലസ് get 1 ഡിവൈഡഡ് ബൈ √2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇത് തരുന്നത്. അപ്പൊ ആ ഒരു ആക്ഷൻ നടക്കും. get 0നെ ഹഡമാഡിലൂടെ കടത്തിവിടുമ്പോൾ ആദ്യത്തെ get 0 എന്തായി മാറും? get 0 പ്ലസ് get 1 ഡിവൈഡഡ് ബൈ √2 എന്നുള്ള രീതിയിൽ വരും ഇൻറ്റു get 0. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ 1/√2 ഇൻറ്റു ഈ get 0 ഇതെന്താ ഒരു ടെൻസർ പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തേല് ഇത് ആദ്യത്തത് ഇൻറ്റു ടെൻസർ പ്രൊഡക്റ്റ് രണ്ടാമത്തെ എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത് 2 ക്യൂബിറ്റ് സ്റ്റേറ്റിൽ പറയുകയാണെങ്കിൽ get 0 പ്ലസ് get 1 ആണ്. രണ്ടാമത്തെ 0 തന്നെയാണ് രണ്ടിനും കോമൺ ആയിട്ട് ഡിവൈഡഡ് ബൈ √2. അതായത് 1/√2 ഇൻറ്റു get 0 പ്ലസ് get 1 ആ സ്റ്റേറ്റ് തന്നെയാണ് ഇത്. അതിനെ ഇനി എന്തിലൂടെയാണ് കടത്തിവിടുന്നത് വെച്ചാൽ നമ്മുടെ സീനോട്ടിലൂടെ കടത്തിവിടുന്നു. സീനോട്ടിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഇവിടെ get 0 ആണ്. അതിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ആണ്. അത് എന്താണെന്ന് നോക്കണം. ആദ്യത്തേല് കൺട്രോൾ 0 ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ വേരിയേഷൻ ഉണ്ടാവില്ല. ഡിവൈഡഡ് ബൈ √2 അവിടെ വരുന്നുണ്ട്. get 0 get 0 തന്നെ വരും. പക്ഷെ രണ്ടാമത്തേല് 10 ആണ് വരുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് കൺട്രോൾ 1 ആണ്. അപ്പൊ രണ്ടാമത്തെ 0 എന്ത് ചെയ്യും? ഫ്ലിപ്പ് ചെയ്തിട്ട് 1 ആവും. അതായത് ഇതിനെ സീനോട്ടിലൂടെ കടത്തി വിടുമ്പോൾ 10നെ സീനോട്ടിലൂടെ കടത്തി വിടുമ്പോൾ 1 ആയിട്ട് മാറും. അപ്പോൾ get 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √2. അതായത് get 0 എന്ന് പറയുന്ന ഒരു ഹഡമാഡിലൂടെയും പിന്നീട് ഒരു സീനോട്ടിലൂടെയും കടത്തി വിട്ടാൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ get 0 പ്ലസ് get 1 ഡിവൈഡഡ് ബൈ √2. ഇത് വൺ ഓഫ് ദി ബെൽ സ്റ്റേറ്റ് ആണ്. ഇതിനെയായിരുന്നു നമ്മൾ β00 എന്ന് പറയുന്നത്. അതായത് get 0 ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ബെൽ സ്റ്റേറ്റ് ആയിട്ടുള്ള β00 കിട്ടും. ആ രീതിയിലാണ് ഇതിന്റെ ആക്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ടാൽ പെട്ടെന്ന് അടുത്തതും ഇതേപോലെ തന്നെ നോക്കിയാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ ആണെങ്കിൽ 0 1 നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഫസ്റ്റിലെ ഹഡമാഡിലൂടെ കടത്തി വിടുന്നു. 0 ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ 0 get 0 പ്ലസ് get 1 ഡിവൈഡഡ് ബൈ √2. രണ്ടാമത്തെ അതുപോലെ വെക്കുന്നു, കാരണം അവിടെ ഒന്നുമില്ല. എന്നിട്ട് ഒരു സീനോട്ടിലൂടെ കടത്തി വിടുന്നു. സീനോട്ടിലൂടെ കടത്തി വിടുമ്പോൾ 0 1 ആണെങ്കിൽ 0 തന്നെ. പക്ഷെ ഇവിടെ 1 ആണ് വരുന്നത്. രണ്ടാമത്തെ ബിറ്റ് എന്താണ്? ഇതിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ 1 ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ എന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്യണം. അതായത് 1 എന്ന് പറയുന്നത് 10 ആയി മാറും. 10 ഡിവൈഡ് ബൈ √2. അതായത് get 01നെ ഈ ഒരു സർക്യൂട്ടിലൂടെ കടത്തിവിട്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? get 01 പ്ലസ് get 10 ഡിവൈഡ് ബൈ √2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കിട്ടും. ഇത് മറ്റൊരു ബെൽ സ്റ്റേറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ β01 എന്ന് വിളിക്കേണ്ടത്. ഇനി get 10 കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. get 10 കൊടുക്കുമ്പോൾ ആദ്യത്തെ ബിറ്റ് get 1നെ ഹഡമാഡിലൂടെ കടത്തിവിട്ടാൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. get 1നെ ഹഡമാഡിലൂടെ കടത്തിവിടുമ്പോൾ get 0 മൈനസ് get 1 ഡിവൈഡഡ് ബൈ √2 കിട്ടും. get 0നെ അതുപോലെ വെക്കുന്നു. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു? ഒരു സീനോട്ടിലൂടെ കടത്തിവിടുന്നു. അപ്പൊ ആദ്യത്തത് get 0 ആണ്. അത് അതുപോലെ വരും. രണ്ടാമത്തത് മൈനസ് ഉണ്ട്. മൈനസ് get 10 ആണ്. get 10 ആയതുകൊണ്ട് ആദ്യത്തെ 1 ആയതുകൊണ്ട് രണ്ടാമത്തെ എന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്യണം. 1 വരണം. അപ്പോൾ get 0 മൈനസ് get 1 ഡിവൈഡഡ് ബൈ √2. ഇതാണ് എന്ത്? ഇത് മറ്റൊരു ബെൽ സ്റ്റേറ്റ് ആണ്. ഇതിനെയാണ് β10 എന്ന് പറയുന്നത്. ഇനി get 1 ആണ്. അതിനെ ഹഡമാഡിലൂടെ കടത്തി വിടുമ്പോൾ get 0 മൈനസ് get 1 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു get 1. ഇനി സീനോട്ടിലൂടെ കടത്തി വിടുമ്പോൾ 0 1 ആണെങ്കിൽ 0 1 തന്നെ. 1 ആണെങ്കിൽ 10 ഒരു മൈനസും ഉണ്ട്. 1 ഡിവൈഡഡ് ബൈ √2. അപ്പൊ ഇതെന്താണ്? β11 ആണ്. അതായത് ഈ ഒരു ഇതാണ് ബെൽ സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ട സർക്യൂട്ട്. ഇതിന് ഓരോരോ ഇൻപുട്ടുകളും ആകെ 4. ഇതൊരു 2 ക്യൂബിറ്റ് ഗേറ്റ് ആണ്. 4 പോസിബിൾ ഇൻപുട്ടുകളാണുള്ളത്. get 0 0 0 1 1 0 1 1 ഇങ്ങനെ 4 പോസിബിൾ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് 4 ഡിഫറെന്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? ബെൽ സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ക്വാണ്ടം സർക്യൂട്ട് ടു ക്രിയേറ്റ് ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സർക്യൂട്ടിലൂടെ അതിന്റെ പോസിബിൾ ആയിട്ടുള്ള 4 സ്റ്റേറ്റ് കടത്തി വിട്ടാൽ നമുക്ക് 4 പോസിബിൾ ബെൽ സ്റ്റേറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇത് എൻഡാംഗിൾഡ് സ്റ്റേറ്റ് ആണ്. ഇത് എന്തല്ല? എൻഡാംഗിൾഡ് അല്ലാത്ത സ്റ്റേറ്റ് ആയ get 0 0 0 1 എന്ന് പറയുന്ന നോൺ എൻഡാംഗിൾഡ് സ്റ്റേറ്റിനെ ഈ ഒരു സർക്യൂട്ടിലൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതുപോലത്തെ ബെൽ സ്റ്റേറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. അതായത് വലിയ ക്വാണ്ടം സർക്യൂട്ടുകളിലൊക്കെ നമുക്ക് പലപ്പോഴും ബെൽ സ്റ്റേറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും ചില കേസിൽ. അപ്പോൾ ആ ഒരു ബെൽ സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ എവിടെയാണോ നമുക്ക് ബെൽ സ്റ്റേറ്റ് വേണ്ടത് ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി?
നമുക്ക് ഇതേപോലത്തെ ഒരു സർക്യൂട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ബെൽ സ്റ്റേറ്റ് കിട്ടും. അപ്പൊ ഇത് ബെൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സർക്യൂട്ടാണ്. ഇനി നമ്മൾ ഇതേ സാധനത്തെ മെട്രിക്സ് വെച്ചിട്ട് അനാലിസിസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിന്റെ ഒരു കുറച്ചുകൂടി ഇതിന്റെ ഒരു കാര്യം ഒന്നുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ ഇൻ മെട്രിക്സ് റെപ്രസെന്റേഷൻ ദ ഫുൾ മെട്രിക്സ് ഫോർ ദി സർക്യൂട്ട്, അതായത് ഇവിടെ രണ്ട് ഇതാണുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ എന്ത് ചെയ്താൽ മതി, ഒരു മെട്രിക്സ് വെച്ചിട്ട് കാണിക്കുക. എച്ചിനെ കാണിക്കാൻ ഒരു മെട്രിക്സ് ഉണ്ട്, ഈ സീനോട്ടിനെ കാണിക്കാൻ ഒരു മെട്രിക്സ് ഉണ്ട്. മൊത്തത്തിൽ ഈ ഒരു കോൺട്രാ സർക്യൂട്ടിനെ കാണിക്കാൻ ഒരു സിംഗിൾ മെട്രിക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു സിംഗിൾ മെട്രിക്സ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി, ആ മെട്രിക്സിനെ ഇൻപുട്ട് സ്റ്റേറ്റിനോട്, ഇൻപുട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും, അതിനോട് ഒരു സ്ക്വയർ മെട്രിക്സ്, അതായത് ഓപ്പറേറ്റർ എപ്പോഴും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, വെക്ടർ എപ്പോഴും കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്, അതൊരു കോളം മെട്രിക്സ് ആയിരിക്കും. ആ കോളം മെട്രിക്സിനോട് ഈ ഒരു കോൺട്രാ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സ്ക്വയർ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഒരു ഹടമാടാണ്, പിന്നീട് ഒരു സീനോട്ടാണ്. ഹടമാടിന്റെ എന്തെടുക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എടുക്കണം. അത് ഏറ്റവും റൈറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. പിന്നീട് സീനോട്ട്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എപ്പോഴും ഈ സർക്യൂട്ട് നോക്കേണ്ടത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ്. അപ്പൊ ആദ്യം വരുന്ന ഗേറ്റിനെ റൈറ്റിലാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ റൈറ്റിലിട്ടു. അതിനെ ഞാൻ H1 എന്നാണ് വിളിച്ചിട്ടുള്ളത്. കാരണം H1 എന്ന് വിളിക്കാൻ കാരണം ഇവിടെ 2 ക്യൂബിറ്റ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തതിൽ മാത്രമാണ് ഹടമാട് വരുന്നത്, അതുകൊണ്ട് H1 എന്ന് പറയുന്നു. പക്ഷെ സീനോട്ട് 2 ക്യൂബിറ്റ് ആയതുകൊണ്ട് രണ്ടിലോടും ഉള്ള രീതിയിലാണ്. അപ്പൊ അതിന് നമ്മളൊരു ലേബലൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ സീനോട്ട് H1 എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സീനോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സീനോട്ടിന്റെ മെട്രിക്സ്. ഇനി H1 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇനി ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇതൊരു 2 ക്യൂബിറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാം 2 ക്യൂബിറ്റ് ചെയ്യണം, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ടെൻസർ പ്രോഡക്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് 2 ക്യൂബിറ്റിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, അതായത് വലിയ സ്പേസിൽ ചെയ്യണം, എങ്കിലേ എന്തുണ്ടാവുള്ളൂ, കറക്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോ ഇവിടെ H1-ലായതുകൊണ്ട് ഇവിടെ 2-ൽ എന്താണ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ H1 എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനെ മെട്രിക്സ് റെപ്രസെന്റേഷനിലേക്ക് മാറ്റുമ്പോൾ അത് ശരിക്കും എന്ത് വേണം വെച്ചാൽ H ഇൻറ്റു ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ കാണിക്കണം. കാരണം H ഇൻറ്റു ഐഡന്റിറ്റി എന്ന് കാണിച്ചാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, അതുകൊണ്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ആദ്യത്തെ പൊസിഷനിൽ ഹടമാടുണ്ട്, രണ്ടാമത്തേൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് H ഐഡന്റിറ്റി, അതായത് ആദ്യത്തേൽ മാത്രം ഹടമാട് കൊടുക്കുന്നു, രണ്ടാമത്തേൽ ഹടമാട് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് H ഐഡന്റിറ്റി എന്നുള്ള. അതായത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ക്യൂബിറ്റാ വരുന്നത്. അപ്പൊ അത് എന്താണ്, 2 ബിറ്റിലോ എന്തുണ്ട്, ക്യൂബിറ്റിലോ എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ മെട്രിക്സ് അതുപോലെ എടുക്കുക. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്യൂബിറ്റിൽ മാത്രം വെച്ചിട്ടുള്ള ഒരു ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അപ്ലൈ ചെയ്യാത്ത ഗേറ്റിന് ഐഡന്റിറ്റി എന്ന് കൊടുക്കണം. അപ്പോ എന്നിട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ H1 എന്ന് പറഞ്ഞാൽ H ഇൻറ്റു ഐഡന്റിറ്റി ആണ്. അപ്പൊ H-ന്റെ ഐഡന്റിറ്റി എന്താണെന്ന് നോക്കാം. H ടെൻസർ പ്രോഡക്റ്റ് ഐഡന്റിറ്റി ആണ്. അപ്പൊ H എന്ന് പറഞ്ഞാൽ 1/√2 1 1 1 - 1 ആണ്. ടെൻസർ പ്രോഡക്റ്റ് 1 0 0 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1/√2 ഇവിടെ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ടെൻസർ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ടെൻസർ പ്രോഡക്റ്റ് എടുക്കുക എന്നുള്ളത്. അതേപോലെ ടെൻസർ പ്രോഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് H1 എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഈ സീനോട്ടും ഈ H1, അതായത് H-ന്റെ ഐഡന്റിറ്റി കൂടി എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് C0 ഇൻറ്റു H1. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 1/√2 പുറത്ത് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതാണ് ആ ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മെട്രിക്സ് ഓരോ സ്റ്റേറ്റിന്റെ മേലെ ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം എന്ന് വെച്ചാല്, നമുക്ക് കിട്ടേണ്ടത് ബെൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ C0 H1 എന്ന് പറയുന്നത് Ket 0 0ന്റെ മേലെ ആക്ട് ചെയ്യുന്നു. C0 H1 എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ മെട്രിക്സ് ആണ്, ഈ 4/4 മെട്രിക്സ് ആണ്, അത് ഇവിടെ എടുക്കുന്നു. പിന്നെ Ket 0 0 എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിതൊരു സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Ket 0 ടെൻസർ പ്രോഡക്റ്റ് Ket 0 ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 1 0 0 0 ആണ്. അതായത് 0 0 എന്ന് വെച്ചാൽ Ket 0 എന്ന് വെച്ചാൽ കോളം മെട്രിക്സ് 1 0 ആണ്. വേറൊരു Ket 0 എന്ന് വെച്ചാൽ കോളം മെട്രിക്സ് 1 0 ആണ്. അങ്ങനെ കോളം മെട്രിക്സ് 1 0 ടെൻസർ പ്രോഡക്റ്റ് കോളം മെട്രിക്സ് 1 0 ചെയ്താൽ നമുക്കൊരു
4/1 എന്ത് വരുന്നു എന്ന് വെച്ചാൽ ഒരു കോളം മെട്രിക്സ് കിട്ടും. അതാണ് ഈ കെറ്റ് 0 എന്ന് പറയുന്നത്. കെറ്റ് 0 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിൽ 1, ബാക്കി 3 പൊസിഷനിലും 0 വരുന്ന സ്റ്റേറ്റ് ആണ് കെറ്റ് 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഈ കെറ്റ് 0 എന്ന് പറയുന്ന ഈ കോളം മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കോളം മെട്രിക്സ് കിട്ടും. അതാണ് ഈ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ കോളം മെട്രിക്സിനെ 1/√2 നമ്മൾ ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ഒരു സ്റ്റേറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു വെക്ടർ കിട്ടും. ആ വെക്ടർ എന്ന് വെച്ചാൽ സം ഓഫ് 2 വെക്ടേഴ്സ് ആണ്. അതായത് 1 0 0 0 പ്ലസ് 0 0 0 1 എന്ന് പറയുന്ന 2 വെക്ടേഴ്സിന്റെ സമ്മാണ് എന്ത് 1 0 0 1 എന്ന് പറയുന്നത്. ഇങ്ങനെ 1 0 0 ആദ്യത്തതിൽ 1 ബാക്കി 3 0 വരുന്ന സ്റ്റേറ്റ് ഏതാണ്? കെറ്റ് 0 അതായത് നമ്മൾ ഇവിടെ ഗിവൺ സ്റ്റേറ്റ് ആണ്. പിന്നെ ലാസ്റ്റിലത്തേൽ 1 വരുന്ന സ്റ്റേറ്റ് ഏതാണ്? കെറ്റ് 1 1 ആണ്. അതായത് C0H1 ആക്ടിങ് ഓൺ കെറ്റ് 0 എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു കെറ്റ് 0 പ്ലസ് കെറ്റ് 1 1 ആണ്. ഈ സ്റ്റേറ്റ് ആണ് എന്ത് നമ്മുടെ ബെൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബീറ്റ 0 ഇത് ബെൽ സ്റ്റേറ്റ് തന്നെ. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ഫോമിൽ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ കണ്ടു. ഇതേപോലെ നമുക്ക് ഓരോന്നും നോക്കാം. C0H1 0 1ന്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ 0 1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്താണ്? കോളം മെട്രിക്സ് 0 1 0 0 ആണ്. അതിന്റെ മേലെ ഈ ഒരു C0H1 എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് 1/√2 ഇൻറ്റു ഇത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓരോരോ 1/1 മൾട്ടിപ്ലിക്കേഷൻ പറയുന്നില്ല. 1/√2 ഇൻറ്റു 0 1 1 0 എന്നുള്ള രീതിയിൽ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 1 0നെ 2 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തേല് രണ്ടാമത്തെ പൊസിഷനിൽ 1 വരുന്നതും പ്ലസ് മൂന്നാമത്തെ പൊസിഷനിൽ 1 വരുന്നതും. രണ്ടാമത്തെ പൊസിഷനിൽ 1 വരുന്ന സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കെറ്റ് 0 1 ആണ്. മൂന്നാമത്തെ പൊസിഷനിൽ 1 വരുന്ന സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കെറ്റ് 1 0 ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ്. ഇത് ബീറ്റ 0 1 ആണ്. ഇനി മറ്റൊരു ഇത് കൂടി ചെയ്താൽ ഇനി കെറ്റ് 1 0ന്റെ മേലെ കൂടി ആക്ട് ചെയ്യുകയാണെങ്കിൽ 0 0 1 0 ആണ് 1 0 എന്ന് പറയുന്നത്. അതിന്റെ മേലെ ആക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1/√2 ഇൻറ്റു 1 0 0 മൈനസ് 1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ അഗെയിൻ 1/√2 ഇൻറ്റു കെറ്റ് 0 0 മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇത് 1 1 എന്ന് കിട്ടും. അതായത് ബീറ്റ 1 0. ഇത് മറ്റൊരു എൻറ്റാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. ഇനി അടുത്തത് ചെയ്ത C0H1 ആക്ടിങ് ഓൺ കെറ്റ് 1 1 ചെയ്യുകയാണെങ്കിൽ 1/√2 ഇൻറ്റു ഈ ഒരു മെട്രിക്സ് ഇൻറ്റു കെറ്റ് 1 1 എന്ന് പറഞ്ഞാൽ 0 0 0 1 ആണ്. അത് ചെയ്താൽ നമുക്ക് കിട്ടും 1/√2 ഇൻറ്റു 0 1 മൈനസ് 1 0 എന്നുള്ള സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടാമത്തെ പൊസിഷനിൽ 1 വരുന്നത് അതെന്ന് വെച്ചാൽ കെറ്റ് 0 1 ആണ്. മൂന്നാമത്തെ പൊസിഷനിൽ 1 വരുന്നത് വിത്ത് എ നെഗറ്റീവ് സൈൻ, ആ നെഗറ്റീവ് പുറത്തെടുക്കുന്നു. അതെന്ന് വെച്ചാൽ 1 0 ആണ്. അതായത് ബീറ്റ 1 1 എന്നുള്ള രീതിയിൽ കിട്ടും. ഇത് മറ്റൊരു എൻറ്റാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു ബെൽ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ സർക്യൂട്ടിനെ ഈ രീതിയിലുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും ചെയ്താൽ മതി. അതായത് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതിലൊക്കെ വരുന്നത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു സർക്യൂട്ടാണ് ക്വാണ്ടം സർക്യൂട്ട് സിമ്പിൾ ഫോർ മെഷർമെന്റ്. മെഷർമെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടം സർക്യൂട്ട് സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് മെഷർമെന്റ് കാണിക്കേണ്ട ഒരു സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഒരു മീറ്റർ ഫോമിലുള്ള ഒരു സിമ്പിൾ ആണ് മെഷർമെന്റ് കാണിക്കാനുള്ളത്. നിങ്ങൾ ഒരു ക്വാണ്ടം സർക്യൂട്ട് ഇങ്ങനത്തെ ഒരു സിമ്പിൾ കണ്ടാൽ അവിടെ ഒരു മെഷർമെന്റ് നടത്തി എന്നുള്ളതാണ്. അതിനൊരു ഇൻപുട്ടും ഉണ്ട്, പുറത്ത് എന്തുണ്ട്, അതായത് ഇൻപുട്ട് ആയിട്ട് വരുന്ന ഒരു സിംഗിൾ ലൈനാണ്, ഒരു കെറ്റ് സൈൻ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്, ഒരു ക്വാണ്ടം സ്റ്റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഔട്ട്പുട്ടിൽ 2 ലൈന്, അത് ഒരു എം എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് അതിന്റെ സിമ്പിൾ. ഇൻപുട്ടിൽ ഒരു 1 ലൈൻ ഉള്ളതുണ്ടാവും, ഔട്ട്പുട്ടിൽ ഒരു 2 ലൈന് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നിന്ന് അതെന്താ പറയുന്നത് വെച്ചാൽ ദിസ് സർക്യൂട്ട് കൺവേർട്ട് എ സിംഗിൾ ക്യൂബിറ്റ് സ്റ്റേറ്റ് കെറ്റ് സൈസ് ഇക്വൽ ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 ഇൻറ്റു എ പ്രോബബിലിസ്റ്റിക് ക്ലാസിക്കൽ ബിറ്റ് എം which is 0 with probability modulus alpha square or 1 with probability modulus beta square. അതായത് ഈ സർക്യൂട്ടിന് ഈ സർക്യൂട്ട് ഫോർ മെഷർമെന്റ് നടത്തുന്ന ഈ ഒരു സർക്യൂട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ
ഒരു സ്റ്റേറ്റ് ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് തരുന്നു എന്ന് വെച്ചാല് ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് സോറി ഓക്കെ ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് കെറ്റ് സൈസ് ഇക്വൽ ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇൻപുട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഈ മെഷർമെന്റ് സർക്യൂട്ടിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക എന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ ബിറ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ക്വാണ്ടം മെഷർമെന്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒരു സൂപ്പർപൊസിഷൻ സ്റ്റേറ്റിൽ ഒരു മെഷർമെന്റ് നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് വൺ ഓഫ് ദി ഐഗൻ വാല്യൂ ആയിരിക്കും. അതായത് ഒരു ക്ലാസിക്കൽ റിസൾട്ട് ആയിരിക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഒരു സ്പെസിഫിക് റിസൾട്ട്, സ്പെസിഫിക് ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ ഇവിടെ എന്ന് പറയുന്ന ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു സൂപ്പർപൊസിഷൻ സ്റ്റേറ്റിന് നമ്മൾ ഈ ക്വാണ്ടം മെഷർമെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റിലൂടെ കടത്തി വിടുമ്പോൾ നമുക്കൊരു എം ആണ് കിട്ടുന്നത്, ഒരു ക്ലാസിക്കൽ ബിറ്റ് ഒരു എം ആണ് കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വെച്ചാല് അതൊരു 0 ആവാം, 0 വിത്ത് പ്രോബബിലിറ്റി മോഡുലസ് ആൽഫ സ്ക്വയർ ഓർ 1 വിത്ത് പ്രോബബിലിറ്റി മോഡുലസ് ബീറ്റ സ്ക്വയർ. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കാം, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ആൽഫ സ്ക്വയർ ആണ്. ബീറ്റ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ബീറ്റ സ്ക്വയർ ആണ്. പ്രൊവൈഡഡ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതിന്റെ രണ്ടിന്റെയും കൂടി സ്ക്വയറിന്റെ സമ്മ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. അതായത് ഈ സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണെങ്കിൽ 0 വിത്ത് പ്രോബബിലിറ്റി ആൽഫ സ്ക്വയർ ആൻഡ് 1 വിത്ത് പ്രോബബിലിറ്റി മോഡുലസ് ബീറ്റ സ്ക്വയർ എന്നുള്ള രീതി. അങ്ങനത്തെ ഒരു റിസൾട്ട് തരുന്ന ഒരു സർക്യൂട്ട് ആണ് ഈ ക്വാണ്ടം സർക്യൂട്ട് ഫോർ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പിക്ചർ ഓർത്ത് വെക്കുക, ഇത് മെഷർമെന്റ് നടത്തുന്ന ഒരു സർക്യൂട്ടാണ്. Here a qubit is represented by a single line and classical bit by a double line. ഇതിവിടെ സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ കാണിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്യൂബിറ്റ് ആണ്. അപ്പൊ നമ്മൾ ക്യൂബിറ്റിനെ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു സിംഗിൾ ലൈൻ. നേരത്തെ കേസിലൊക്കെ നമ്മൾ ക്യൂബിറ്റിനെ കാണിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ ക്യൂബിറ്റിനെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ആൻസർ ആയിട്ടുള്ള ഒരു എം ആണ്, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അതൊരു ക്ലാസിക്കൽ ബിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡബിൾ ലൈൻ കാണിച്ചിട്ടുള്ളത്. ഡബിൾ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് ഒരു ക്ലാസിക്കൽ ബിറ്റ് ആണ്, സിംഗിൾ ലൈൻ ആയിട്ട് കാണിക്കുന്ന ഒരു ക്യൂബിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ. അപ്പൊ ഈ ഒരു പിക്ചർ ഓർത്ത് വെക്കുക. ഇനി ഒരു വലിയൊരു സർക്യൂട്ട് കൂടി അനാലിസിസ് ചെയ്ത് നോക്കാം നമുക്ക്. അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് പറയുന്നില്ല, കാരണം ഇത് കുറച്ച് വലിയൊരു സർക്യൂട്ട് ആയതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഇതാക്കാം. അതായത് ക്വാണ്ടം സർക്യൂട്ട് ഫോർ ജനറേറ്റിംഗ് എ ക്ലസ്റ്റർ സ്റ്റേറ്റ്. ക്ലസ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സർക്യൂട്ട് എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇതിന്റെ ഇൻപുട്ട് ഒരു 4 ക്യൂബിറ്റ് ആണ്, അതായത് 4 ഇത് വരുന്നത്. ഇതൊരു 4 ക്യൂബിറ്റ് ഇൻപുട്ട് ഉള്ള ഒരു ക്വാണ്ടം സർക്യൂട്ട് ആണ്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിലൂടെ ഈ ആദ്യം ഹടമാടുണ്ട്, 4 ഇതിലും ഹടമാടുകൾ, പിന്നെ ഒരു സി സെഡ് എന്ന് പറയുന്ന ഒരു ഗേറ്റ്, C0 അല്ല, ഇതൊരു സി സെഡ് ആണ്. ഇത് സി സെഡ് എന്ന് വെച്ചാൽ കൺട്രോൾ സെഡ് ആണ്. പിന്നെ വേറൊരു കൺട്രോൾ സെഡ്, വേറൊരു കൺട്രോൾ സെഡ്, പിന്നെ ഹടമാട് ഇങ്ങനെ കടത്തിവിട്ടാൽ നമുക്ക് ആ ഒരു ക്ലസ്റ്റർ സ്റ്റേറ്റ് ഉണ്ടാക്കും. അപ്പൊ ഇതിനെങ്ങനെ അനാലിസിസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻപുട്ട് കെറ്റ് 0 0 0 0 ആണ്, അതായത് 4 പൊസിഷനും 0 വരുന്നത്. അതിന് ആദ്യം നമ്മൾ ഹടമാട് H1 കടത്തിവിടുന്നു. ആദ്യം ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. പിന്നെ H2 ചെയ്യുന്നു. H2 വെച്ചാൽ രണ്ടാമത്തെ ലൈനിൽ ബിറ്റില് ക്യൂബിറ്റില് ഹടമാട് വരുന്നത്. പിന്നെ H3. ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ്, ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നീ കുറച്ചുകൂടി നിങ്ങൾ ഫെമിലിയർ ആകുമ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ്, ഓരോ ഗേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കെറ്റ് 0 0 ആദ്യം ഹടമാട് 1 കടത്തിവിടുന്നു, പിന്നെ ഹടമാട് 2, പിന്നെ ഹടമാട് 3, പിന്നെ ഹടമാട് 4. ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകണം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ
സി സെഡ് ആണ്. സി സെഡിലൂടെ കടത്തുന്നു. ഇവിടെ സി സെഡ് എന്ന് പറഞ്ഞാൽ സി സെഡ് 1-2 ആണ്. ആദ്യത്തെ അതിന് സി സെഡ് 1-2 എന്ന് വിളിക്കാൻ കാരണം ആദ്യത്തെ രണ്ട് ടെർമിനലിലാണ്. സി സെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കൺട്രോൾ സെറ്റ് എന്ന് പറയുന്നത് 2 ക്യൂബിറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന 4 ക്യൂബിറ്റിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ലേബൽ ചെയ്തു, അതിനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സി സെഡ് 1-2 ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ സി സെഡ് 2-3 എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ സി സെഡ് 3-4, പിന്നെ ഹഡമാഡ് 1, ഹഡമാഡ് 4. ഇത്രയും ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ക്ലസ്റ്റർ സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം get 00 എന്ന് പറയുന്ന ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ചാണ് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയാ ആക്ട് ചെയ്യുക? ആദ്യം get 00ന്റെ മേലെ ആദ്യം ആക്ട് ചെയ്യുന്നത് H1, അതായത് get 00ന്റെ ഫ്രണ്ടിൽ വരിക H1 ആണ്. പിന്നീട് H2, H3, H4, പിന്നെ CZ12, CZ23, പിന്നെ CZ34, പിന്നെ H1, ഫൈനലി ഏറ്റവും അവസാനമാണ് H4. അത് വേണേൽ ഈ ഓർഡർ വലിയ പ്രശ്നം ഉണ്ടാവില്ല. H4 H1 ഓർഡർ മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് മെട്രിക്സുകൾ ഈ get 000ന്റെ മേലെ ആക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ ഇതിന് പകരം ഇത്രയും മെട്രിക്സുകളുണ്ട്. ഇപ്പൊ ഇവിടെ 4, 8, 9 മെട്രിക്സുകളുണ്ട്. ആ 9 മെട്രിക്സുകളോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു സിംഗിൾ മെട്രിക്സ് കിട്ടും, എക്സ്. ആ ഒരു സിംഗിൾ മെട്രിക്സ് എന്ത് ചെയ്താൽ അത് കണ്ടുപിടിച്ചിട്ട് അത് ഈ get 0000ന്റെ മേലെ ആക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും, കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആ എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ 4 എണ്ണം കൂടി ഈ 9 മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. H4, H1, CZ34. അങ്ങനെ ആദ്യം ഈ H1, H2, H3 ഒക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ക്വാണ്ടം സർക്യൂട്ടിന്റെ ഓപ്പറേഷൻ തരുന്ന ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ വേണം. H1, H2, H3, H4 വേണം, CZ12 വേണം, CZ23 വേണം, CZ34 വേണം. ഇതെല്ലാം നമുക്ക് നോക്കണം. ആദ്യം H ഇതാണ്. H എന്ന് പറഞ്ഞാൽ 1/√1 1 -1 ആണ്. CZ എന്ന് പറഞ്ഞാൽ ഇതാണ്. CZ എന്ന് പറഞ്ഞാൽ കൺട്രോൾ സെഡ് ആണ്. സെഡിന്റെ പ്രവർത്തനം എന്താന്ന് വെച്ചാൽ കൺട്രോൾ 1 ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ 1നെ രണ്ടാമത്തേനെ ഫ്ലിപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. 1നെ -1 ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് സെഡിന്റെ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ വരുന്നത് കൺട്രോൾ സെഡ് ആണ്. കൺട്രോൾ 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ സെഡ് ഫ്ലിപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. കൺട്രോൾ 0 ആണെങ്കിൽ സെഡിന്റെ ആക്ഷൻ ഉണ്ടാവില്ല. ആ രീതിയിലാണ് CZ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് CZന്റെ മെട്രിക്സ്. അപ്പൊ ഇനി H1 നമുക്ക് നോക്കാം. H1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളൂ. H1 എന്ന് പറഞ്ഞാൽ ആദ്യത്തേൽ H വരുന്നു, പിന്നത്തെ 3ലും എന്തില്ല? H ഇല്ല, ഒന്നും ഇല്ലാത്തതാണ് H1 എന്ന് പറയുന്നത്. അപ്പൊ H1 എന്ന് പറഞ്ഞാൽ H ടെൻസർ പ്രൊഡക്റ്റ് ഐഡന്റിറ്റി, ടെൻസർ പ്രൊഡക്റ്റ് ഐഡന്റിറ്റി, ടെൻസർ പ്രൊഡക്റ്റ് ഐഡന്റിറ്റി. അതായത് 3 പൊസിഷനിലും ഐഡന്റിറ്റി. ഫസ്റ്റ് പൊസിഷനിൽ മാത്രം H. അതാണ് H1 എന്ന് പറഞ്ഞാൽ. അപ്പൊ H1 എന്ന് പറഞ്ഞാൽ 1/√2 × 1 1 1 -1 ടെൻസർ പ്രൊഡക്റ്റ് 3 ടെൻസർ പ്രൊഡക്റ്റിന്റെ ഐഡന്റിറ്റികളുടെ ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പൊ ഇതാണ് H1 എന്ന് പറഞ്ഞാൽ. ഈ H1 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു 16 × 16 മെട്രിക്സ് ആയിരിക്കും. ഞാൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു 16 × 16 മെട്രിക്സ് ആയിരിക്കും ഈ H1 എന്ന് പറയുന്നത്. അതുപോലെ H2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിൽ H വരുന്നു, അതായത് ഐഡന്റിറ്റി H ഐഡന്റിറ്റി ഐഡന്റിറ്റി. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ മാത്രം H വരുന്നു, ബാക്കിയുള്ളിടത്തിൽ ഐഡന്റിറ്റി. ഇങ്ങനെ ഒരു ടെൻസർ പ്രോഡക്റ്റ് എടുത്ത ഒരു 16 × 16 മെട്രിക്സ് കിട്ടും. അതാണ് H2. ഇനി H3 ആണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ H വരുന്നു, ആദ്യത്തെ 2 പൊസിഷനിലും ലാസ്റ്റ് പൊസിഷനിലും ഐഡന്റിറ്റി. അത് ടെൻസർ പ്രോഡക്റ്റ് എടുത്ത H3 കിട്ടും. ഇതുപോലെ H4 കിട്ടണമെങ്കിൽ ആദ്യത്തെ 3 പൊസിഷനിൽ ഐഡന്റിറ്റി, നാലാമത്തെ H. അപ്പൊ H കൊടുക്കുന്നു. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു H4 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു 16 × 16 മെട്രിക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇനി CZ12 നമുക്ക് നോക്കാം. CZ12 എന്ന് പറഞ്ഞാൽ CZ × ആദ്യത്തെ 2 പൊസിഷനിൽ മാത്രം CZ, അതാണ് CZ12 എന്ന് പറഞ്ഞാൽ. പിന്നത്തെ 2 പൊസിഷനിൽ ഐഡന്റിറ്റി, അതാണ് CZ12. അപ്പൊ CZ12 ആണെങ്കിൽ CZ ടെൻസർ പ്രോഡക്റ്റ്
ഐഡന്റിറ്റി ടെൻസർ പ്രോഡക്റ്റ് ഐഡന്റിറ്റിയാണ്. ആദ്യത്തെ 2 പൊസിഷനാണ്. ഇത് 2 ക്യൂബിറ്റ് ആണ് സി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സി സെറ്റ് എന്ന് പറയുമ്പോൾ 2 ബിറ്റ് വരും. അതായത് ഇവിടെ 4 പൊസിഷൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് 2 പൊസിഷനിലായിരുന്നു സി സെറ്റ് വരുന്നത്, പിന്നത്തെ 2 പൊസിഷനിൽ ഐഡന്റിറ്റി വരും. അപ്പോ സി സെറ്റ് ഇൻറ്റു ഐഡന്റിറ്റി ഇതാണ് സി സെറ്റ് 1, 2 എന്ന് പറയുന്നത്. ഇതേപോലെ സി സെറ്റ് 2, 3 എന്ന് പറഞ്ഞാൽ 2ലും 3ലും ആണ് എന്ത് ചെയ്യുന്നത് സി സെറ്റ് വരുന്നത്. 1ലും 4ലും ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഐഡന്റിറ്റി ടെൻസർ പ്രോഡക്റ്റ് സി സെറ്റ് ടെൻസർ പ്രോഡക്റ്റ് ഐഡന്റിറ്റി. അപ്പൊ ഇതായിരിക്കും സി സെറ്റ് 2, 3. അതുപോലെ സി സെറ്റ് 3, 4 കണ്ടുപിടിക്കുക. ഐഡന്റിറ്റി ആദ്യത്തെ 2 പൊസിഷനിലെ ഐഡന്റിറ്റി, 3ലും 4ലും സി സെറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ടെൻസർ പ്രോഡക്റ്റ് എടുത്താൽ സി സെറ്റ് കിട്ടും. ഇനി ഈ ഇപ്പം കാണിച്ചിട്ടുള്ള ഈ മെട്രിക്സുകളെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ എക്സ് മെട്രിക്സ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല. എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു എക്സ് മെട്രിക്സ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ H1 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യം H1 എന്താണെന്ന് ഒരു 16 × 16 മെട്രിക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. H2 അതുപോലെ കണ്ടുപിടിക്കണം. അങ്ങനെ ഈ H4ഉം സി സെറ്റ് 1, 2 ഇതെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ ആ 9 മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ഒരു എക്സ് മെട്രിക്സ് കിട്ടും. ആ എക്സ് മെട്രിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ കെറ്റ് 00 എന്ന് പറയുന്നതിന്റെ മേലെ ആക്ട് ചെയ്താൽ മതി. ആ ഒരു എക്സ് മെട്രിക്സ് ഉണ്ട്, അത് ഇവിടെ കാണിച്ചിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്താണെന്ന്. ആ എക്സ് മെട്രിക്സ് എന്ത് ചെയ്യുന്നു, ഈ കെറ്റ് 0000 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൊസിഷനിൽ 1, ബാക്കിയുള്ളതിൽ എല്ലാം 0. ഈ കെറ്റ് 0000 എന്ന് പറഞ്ഞാൽ കെറ്റ് 0 ടെൻസർ പ്രോഡക്റ്റ്, കെറ്റ് 0 ടെൻസർ പ്രോഡക്റ്റ്, കെറ്റ് 0, അങ്ങനെ 4 കെറ്റ് 0കളുടെ ടെൻസർ പ്രോഡക്റ്റ് ആണ്. അതെല്ലാം കൂടി ചെയ്താൽ നമുക്ക് കിട്ടുക ഈ ഫസ്റ്റ് പൊസിഷനിൽ 1 വരുന്ന ബാക്കി എല്ലാം 0s വരുന്ന ഒരു മെട്രിക്സ് ആണ്. അതിനോട് ഈ എക്സ് എന്ന് പറയുന്ന ആ നേരത്തെ കാണിച്ചിട്ടുള്ള മെട്രിക്സുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു മെട്രിക്സ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. അത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ 1/2 × 10001 ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1/2 × 1 ഇതിനെ എന്ത് ചെയ്യുക, 4 പൊസിഷനിലാണ് 1 വരുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യുക, 4 ടേമുകളുടെ സമ്മായിട്ട്, 4 വെക്ടറുകളുടെ സമ്മായിട്ട് കാണിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പൊസിഷനിൽ 1 വരുന്നത് എന്താണ്, നിങ്ങൾക്കറിയാം 4ഉം 0 വരുന്നതാണ്. 4ാമത്തെ പൊസിഷനിൽ 1 വരുന്നത് വെച്ചാൽ, 2ാമത്തെ പൊസിഷനിൽ 1 വരുന്നത് എന്ന് വെച്ചാൽ കെറ്റ് 0001 ആ ഒരു ഓർഡറിലാണ്. പിന്നെ 3ാമത്തെ പൊസിഷനിൽ 1 വരുന്നത് വെച്ചാൽ കെറ്റ് 0010 ആണ്. 4ാമത്തെ പൊസിഷനിൽ 1 വരുന്നത് വെച്ചാൽ കെറ്റ് 0011 എന്നുള്ളതാണ്. അതുപോലെ ഇവിടുത്തെ ഈ പൊസിഷനിൽ 1 വരുന്നത് വെച്ചാൽ 1100 ആണ്. ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ 1 വരുന്നു, ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവ് ഇവിടെ വരുന്നു. ലാസ്റ്റ് പൊസിഷനിൽ 1 വരിക വെച്ചാൽ 11 എല്ലാം 1 വരുന്ന ഇതാണ്. അതായത് ഈ ഒരു നേരത്തെ ഈ കെറ്റ് 0000 എന്ന് പറയുന്നതിന് നേരത്തെ കാണിച്ചിട്ടുള്ള ക്ലസ്റ്റർ സ്റ്റേറ്റിന്റെ ആ ഒരു സർക്യൂട്ടിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് കിട്ടുന്നത്. ഇതാണ് ക്ലസ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ് ഇതൊരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. നമുക്ക് ടെലിപ്പോർട്ടേഷൻ അങ്ങനെ പല പർപ്പസിന് ഉപയോഗിക്കുന്നത്. അതൊക്കെ പിന്നീട് നമുക്ക് പറയാവുന്നതാണ്, എന്താണ് ആ ക്ലസ്റ്റർ സ്റ്റേറ്റും അതിന്റെ ഉപയോഗങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെയാണ്, ഇതൊരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് ആണ് ക്ലസ്റ്റർ സ്റ്റേറ്റ്. അപ്പോൾ ഇതിന് കുറേയേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് പല ടെലിപ്പോർട്ടേഷനും അങ്ങനത്തെ പല കാര്യങ്ങളും ഈ സ്റ്റേറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഒരു എൻഡാങ്കിൾഡ് സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിൽ നമുക്ക് ആ ഒരു മെട്രിക്സ് എക്സ് മെട്രിക്സ് ഇതായിരുന്നു. ഈ ഒരു എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കണം. ആ എക്സ് മെട്രിക്സ് കെറ്റ് 0000 എന്ന് പറയുന്നതിന്റെ മേലെ ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ കിട്ടുന്നത് നമുക്കൊരു ക്ലസ്റ്റർ സ്റ്റേറ്റ് ആയിരിക്കും. ആ ക്ലസ്റ്റർ സ്റ്റേറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വലിയൊരു സർക്യൂട്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടം സർക്യൂട്ടിനെയും നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിന്റെ സൗകര്യം എന്ന് പറയുന്നത് മെട്രിക്സ് ഫോമിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാം കൈകൊണ്ട് ചെയ്യാവുന്നതല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അല്ലാതെ മാത്തമാറ്റിക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പൈത്തണോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ചുമ്മാ എന്ത് ചെയ്താൽ കൊടുത്താൽ മതി. അതിൽ ഇത് ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് ഈ മെട്രിക്സുകൾ സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ മെട്രിക്സുകളോടും മൾട്ടിപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അത് ജസ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ ആ രീതിയിൽ മാത്തമാറ്റിക്കൽ ചെയ്തിട്ടാണ് ഈ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രധാനമായിട്ടുള്ള ക്വാണ്ടം സർക്യൂട്ട് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്. ഇനിയിപ്പം ക്വാണ്ടം സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമുക്ക് പല തരത്തിലുള്ള ഈ ക്വാണ്ടം സിസ്റ്റം അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഷനിലൊക്കെ വളരെ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഈസ് ദർ എക്സിസ്റ്റ് എ ക്വാണ്ടം കോപ്പിയിങ് സർക്യൂട്ട്. അതായത് നമുക്കിപ്പോ ഇവിടെ ക്വാണ്ടം സർക്യൂട്ടുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, ഈസ് ദർ എക്സിസ്റ്റ് എ ക്വാണ്ടം കോപ്പിയിങ് സർക്യൂട്ട്. അതായത് ഒരു ക്വാണ്ടം സ്റ്റേറ്റിനെ കോപ്പി ചെയ്യുന്ന സർക്യൂട്ടുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. 1 സെക്കൻഡ്. അതായത് ക്വാണ്ടം സ്റ്റേറ്റിനെ കോപ്പി ചെയ്യുന്ന സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ നോക്കാം. കോപ്പിയിങ് എ ക്ലാസിക്കൽ ബിറ്റ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ക്ലാസിക്കൽ സീനോട്ട് ഗേറ്റ്. അതായത് ക്ലാസിക്കൽ ബിറ്റിനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതൊരു കോപ്പി ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അത് പോസിബിൾ ആവുന്ന ക്ലാസിക്കൽ സീനോട്ട് ഗേറ്റ് വെച്ചിട്ട്, അതായത് നമ്മുടെ നേരത്തെ സീനോട്ട് ഗേറ്റ് തന്നെ ഇതിനെ ക്ലാസിക്കൽ സീനോട്ട് ഗേറ്റ് എന്നുള്ള അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ബിറ്റിനെ കോപ്പി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഇതിനൊരു ഇൻപുട്ട് ഉണ്ട് എക്സ്, ഇവിടെ വൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുണ്ട്. ഇവിടെ വൈന്റെ ഇവിടെ 0 കൊടുക്കുന്നു, ഇവിടെ എക്സ് തന്നെ വരുന്നു. അപ്പോ ഈ ഒരു ഇതിന്റെ ആക്ഷൻ എന്താ വരുന്നത് വെച്ചാൽ എക്സ് അഡീഷൻ മോഡുലോ 2y എന്നുള്ള രീതിയിലാണ്. അതായത് അഡീഷൻ മോഡുലോ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ആവുന്ന സമയത്ത് എന്ത് വരും, അഡീഷൻ മോഡുലോ 2 എന്ന് പറയുമ്പോൾ 1 ആവുന്ന 0യും 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ഔട്ട്പുട്ട് ആയിട്ട്. അപ്പൊ അതായത് 1 ആണെങ്കിൽ 1 തന്നെ വരും, 2 ആവുകയാണെങ്കിൽ എന്തായി മാറും വെച്ചാൽ അത് 0 ആയി മാറും. അപ്പൊ ഇവിടെ ഒരെണ്ണം y എന്ന് പറയുന്നത് 0 ആയി സെറ്റ് ചെയ്തു. അങ്ങനെ y എന്ന് പറയുന്നത് 0 ആയി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എക്സ് എന്താണെങ്കിലും, എക്സ് 1 ആണെങ്കിൽ 1 ആയിരിക്കും, എക്സ് 0 ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. അതായത് നമുക്കൊരു എക്സ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ 0 സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് എന്നുള്ള രീതിയിൽ കിട്ടും. അതായത് ഈ എക്സിന്റെ 2 കോപ്പീസ് നമുക്ക് കിട്ടും. എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ടിൽ എക്സും കിട്ടും, മറ്റൊരു എക്സ് കൂടിയും കിട്ടും. ഇതാണ് ഈ കോപ്പിയിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒന്നിന്റെ ഐഡന്റിക്കൽ കോപ്പി ഉണ്ടാക്കുന്നു. എക്സ് തന്നെയാണ് വീണ്ടും ഒരു എക്സ് കൂടി അതേ ഇതിലുള്ള ഒരെണ്ണത്തിനെ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ക്ലാസിക്കൽ ബിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അത് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. Suppose we try to copy a qubit in the unknown state, get a size equal to a into get 0 plus b into get 1 in the same manner using C0 gate. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, C0 ഗേറ്റ് ഉപയോഗിച്ചിട്ട് ക്വാണ്ടം സ്റ്റേറ്റിനെ കോപ്പി ചെയ്യാൻ നോക്കുകയാണ്. അതായത് രണ്ടാമത്തേൽ ഇവിടെ 0ക്ക് പകരം കെറ്റ് 0 കൊടുക്കുന്നു. ആദ്യത്തേന് നമുക്കൊരു ഇൻപുട്ട് ഇവിടെ എക്സിന് പകരം ഒരു ആർബിട്രറി സ്റ്റേറ്റിന് പകരം ഇവിടെ കെറ്റ് സൈസ് എ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബി ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന ഒരു ആർബിട്രറി സ്റ്റേറ്റിനെ കൊടുക്കുന്നു. ആ ഒരു സ്റ്റേറ്റിനെ കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുന്നു. ദ ഇൻപുട്ട് ഓഫ് ദി 2 qubit മേ ബി റിട്ടേൺ. ഇതിന്റെ ഇൻപുട്ടിനെ നമുക്ക് എങ്ങനെ കാണിക്കാം, രണ്ടാമത്തെ പൊസിഷനിൽ കെറ്റ് 0 ആണ്, ആദ്യത്തെ പൊസിഷനിൽ എ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബി ഇൻറ്റു കെറ്റ് 1 ആണ്. അപ്പൊ ഇതിന്റെ ഒരു ടെൻസർ പ്രൊഡക്റ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏതാണ് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ടെൻസർ പ്രൊഡക്റ്റ് എടുത്താൽ എന്താ കിട്ടുക, എ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബി ഇൻറ്റു കെറ്റ് 1 ഇതാണ് ഇതിന്റെ ഇൻപുട്ട്. ഈ C0ന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബി ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പോ ഇങ്ങനത്തെ ഒരു ഇൻപുട്ട് ഇതിന് കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, 0 ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, എ ഇൻറ്റു 0. കാരണം കൺട്രോൾ 0 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യില്ല, വ്യത്യാസം വരില്ല. പക്ഷെ ബി ഇൻറ്റു 10 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ കൺട്രോൾ 1 ആണ്. അപ്പൊ എന്ത് വരും എന്ന് വെച്ചാൽ ബി ഇൻറ്റു 11 എന്ന് വരും. ബി ഇൻറ്റു 11 എന്ന് പറയും. That is the function of C0 is to flip the second qubit when first qubit in is 1. അതായത് ഈ C0ന്റെ ഫംഗ്ഷൻ ആദ്യത്തെ ബിറ്റ് 1 ആവുകയാണെങ്കിൽ രണ്ടാമത്തെ ബിറ്റിനെ ഫ്ലിപ്പ് ചെയ്യാന്നുള്ളതാണ്. Thus the output is simply a into get 0 plus b into get 1. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് സൈ ആയിട്ട് ഒരു ആർബിട്രറി സ്റ്റേറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു, രണ്ടാമത്തത് 0 ആയി സെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് വേറൊരു എണ്ണാണ് നമുക്ക് കിട്ടുന്നത്.
ഈ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെറ്റ് സൈ ആണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടേണ്ടത്? സൈ ടെൻസർ പ്രൊഡക്റ്റ് സൈ എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് കിട്ടേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എക്സ് കൊടുക്കുമ്പോൾ എക്സ് എക്സ് എന്നുള്ള രീതിയിൽ വരുന്നു. ഇവിടെ നമ്മൾ ഒരു സൈ കൊടുക്കുമ്പോൾ ഇവിടെ ഇവിടെ സൈ കിട്ടണം, മേലെ സൈ കിട്ടണം, താഴെ സൈ കിട്ടണം. അതെന്ന് വെച്ചാൽ സൈ സൈ എന്നുള്ള ഫോമിലാണ്. ഇത് എന്തല്ല? സൈ സൈ എന്ന് പറയുന്ന ഫോമിലല്ല. Here output is not equal to psi tensor product psi. That is we fail to copy a general qubit. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ക്വാണ്ടം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്ലാസിക്കലി ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു ബിറ്റിനെ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, ഒരു ആർബിട്രറി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിനെ കോപ്പി എടുത്തിട്ട് വേറൊരു അതേ സ്റ്റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോപ്പി എടുക്കാൻ പറ്റില്ല. പക്ഷെ ക്ലാസിക്കലി അത് പറ്റും. പക്ഷെ ഇതിൽ എന്ത് പറ്റത്തില്ല, അത് ഒരു ആർബിട്രറി സ്റ്റേറ്റിനെ കോപ്പി ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമുക്കൊരു തിയറം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം, ക്വാണ്ടം കമ്പ്യൂട്ടേഷനിൽ ഒരു തിയറം വരുന്നത്. അതാണ് നോ ക്ലോണിംഗ് തിയറം എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു തിയറത്തിന്റെ ഫോമിൽ പറയാൻ പറ്റും. നോ ക്ലോണിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് it is impossible to create an independent and identical copy of arbitrary unknown quantum state. നോൺ ക്ലോണിംഗ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡന്റ് ഐഡന്റിക്കൽ കോപ്പി ഓഫ് ആൻ ആർബിട്രറി അൺനോൺ സ്റ്റേറ്റ്, ഒരു ആർബിട്രറി അൺനോൺ സ്റ്റേറ്റിന്റെ ഐഡന്റിക്കൽ കോപ്പീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു തിയറത്തിൽ പറയുന്നത്. ഇതിനെയാണ് നോ ക്ലോണിംഗ് തിയറം എന്ന് പറയുന്നത്. അതായത് ഒരു ആർബിട്രറി സ്റ്റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോപ്പി ചെയ്തിട്ട് അതുപോലത്തെ ഒരു കോപ്പി കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിക്കൽ കോപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് നോ ക്ലോണിംഗ് തിയറം എന്ന് പറയുന്നത്. അതിന്റെ പ്രൂഫ് കൂടി നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ആ പ്രൂഫ് കൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ പ്രൂഫ് നോക്കാം. സപ്പോസ് വി ഹാവ് എ ക്വാണ്ടം മെഷീൻ വിത്ത് 2 സ്ലോട്ട് ലേബൽഡ് എ ആൻഡ് ബി. അതായത് നമുക്കൊരു ക്വാണ്ടം മെഷീൻ ഉണ്ട്, 2 സ്ലോട്ടുള്ള, നമുക്ക് ഇതേപോലെ 2 സ്ലോട്ടുള്ള ഒരു ക്വാണ്ടം മെഷീൻ ഉണ്ട്. എ ബി എന്ന് പറയുന്ന 2 സ്ലോട്ടുള്ള ഒരു ക്വാണ്ടം മെഷീൻ ഉണ്ട്. സ്ലോട്ട് എ ദ ഡാറ്റ സ്ലോട്ട്. സ്ലോട്ട് എ എന്ന് പറഞ്ഞാൽ മേലുള്ള സ്ലോട്ട് ഡാറ്റ സ്ലോട്ട് ആണ്. സ്റ്റാർട്ട് ഔട്ട്സ് ഇൻ ആൻ അൺനോൺ പ്യുവർ സ്റ്റേറ്റ് കെറ്റ് സൈ. അതായത് ഒരു പ്യുവർ സ്റ്റേറ്റ് ആണ് അവിടേക്ക് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ഒരു പ്യുവർ സ്റ്റേറ്റ് സൈ കൊടുക്കുന്ന ഒരു സ്ലോട്ട്. പിന്നെ രണ്ടാമത്തത് ദാറ്റ് ഈസ് ഇൻ ദി സ്റ്റേറ്റ് psi is to be copied into slot B. That is the target slot. രണ്ടാമത്തെ സ്ലോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ടാർഗറ്റ് ആയിട്ട് കിട്ടേണ്ട, കോപ്പി ചെയ്ത് കിട്ടേണ്ട സ്റ്റേറ്റ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു എക്സ് കൊടുത്തു, അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എക്സും, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ബി എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ കോപ്പി കിട്ടണം. അതുപോലത്തെ ഒരു ഇതാണ് ബി എന്ന് പറയുന്നത്. ആ പോർട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ്. പോർട്ട് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ കോപ്പി തരുന്ന ഒരു ഇതാണ്, ടാർഗറ്റ് സ്ലോട്ടാണ്. Thus, we assume that target slot start out in the standard pure state ket S. അതായത് നമ്മൾ ടാർഗറ്റ് സ്ലോട്ടിന് എന്താണ് കൊടുക്കുന്നത്, കെറ്റ് എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരു എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൊടുക്കുന്നു, ഇവിടെ കെറ്റ് സൈ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും കൊടുക്കുന്നു. ഇവിടെ ടാർഗറ്റ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഇവിടെ മേലത്തത് എ, രണ്ടാമത്തെ ബി എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്ത് കിട്ടണമെന്ന് വെച്ചാൽ ഈ സൈ തന്നെ ഇവിടെ വരികയും ഇവിടെ നമുക്ക് ഇതിന്റെ കോപ്പി വരികയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോ ദ സ്റ്റേറ്റ് ഓഫ് കോപ്പി മെഷീൻ ഈസ്, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി കോപ്പി മെഷീൻ ഈസ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൈ ടെൻസർ പ്രൊഡക്റ്റ് കെറ്റ് എസ് ആയിരിക്കും. അതായത് എയിൽ എന്താണ് കൊടുക്കുന്നത്, കെറ്റ് സൈ ആണ്, ബിയിൽ എന്താണ്, കെറ്റ് എസ് ആണ്. അപ്പൊ എ ബി എന്നുള്ള ഫോമിലാണ് നമ്മുടെ മെഷീൻ വരുന്നത്. അപ്പൊ സൈ ടെൻസർ പ്രൊഡക്റ്റ് എസ് ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത് വെച്ചാൽ നമുക്ക് സൈ തന്നെയാണ് ഔട്ട്പുട്ട്. അതായത് കോപ്പി ചെയ്യുന്ന സമയത്ത് രണ്ടിലും എന്ത് കിട്ടണം, സൈ തന്നെ കിട്ടണം. അതായത് ഇവിടെ ഉള്ളതോണം ഇവിടെ എക്സ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കെറ്റ് എസ് ആ കൊടുക്കുന്നത്, ഇവിടെ എന്ത് കിട്ടണം, എക്സ് എക്സ് കിട്ടിയോണം. ഇവിടെ സൈ കൊടുത്താൽ ഇവിടെ കെറ്റ് എസ് കൊടുക്കുന്നു. ഔട്ട്പുട്ട് ഇവിടെയും സൈ കിട്ടണം, ഇവിടെയും സൈ കിട്ടണം. ആ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ സം യൂണിറ്ററി എവല്യൂഷൻ യു നൗ എഫക്ട് ദി കോപ്പിയിങ് പ്രൊസീജിയർ.
അതായത് ഇവിടെ ഒരു സം യൂണിറ്ററി എവല്യൂഷൻ, യു എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുന്നു, ഈ കോപ്പിയും പ്രൊസീജിയർ നടത്തുന്നു എന്നുള്ള ഒരു അസംഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓപ്പറേഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ കെറ്റ്സായി ടെൻസർ പ്രോഡക്റ്റ് കെറ്റെക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന് ഒരു യൂണിറ്ററി എവല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റേറ്റ് കിട്ടും. അതിന് യൂണിറ്ററി എവല്യൂഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ മേലെ ഒരു യൂണിറ്ററി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. യു കെറ്റസൈ ടെൻസർ പ്രോഡക്റ്റ് കെറ്റസ് എന്ന് പറയുന്ന ഒരു യൂണിറ്ററി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈ ടെൻസർ പ്രോഡക്റ്റ് സൈ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ആക്ഷൻ വരുന്നുണ്ടാവുന്നത്. അതായത് സൈ ടെൻസർ പ്രോഡക്റ്റ് എസിന് ഒരു യൂണിറ്ററി എവല്യൂഷൻ നടത്തുമ്പോൾ സൈ ടെൻസർ പ്രോഡക്റ്റ് സൈ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കിട്ടും. ഇനി സപ്പോസ് ദിസ് കോപ്പിയും പ്രൊസീജിയർ വർക്ക് ഫോർ ടു പർട്ടിക്കുലർ സ്റ്റേറ്റ് കെറ്റ് സൈ ആൻഡ് കെറ്റ് ഫൈ. നമ്മൾ ഈ ഒരു യൂണിറ്ററി എവല്യൂഷൻ, ഈ രീതിയിൽ ഒരു എവല്യൂഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനത്തെ ഒരു എവല്യൂഷൻ ആണ് കെറ്റ് സൈ ടെൻസർ പ്രോഡക്റ്റ് എക്സിന് ഒരു യൂണിറ്ററി എവല്യൂഷൻ ചെയ്ത കെറ്റ് സൈ സൈ എന്നുള്ള രീതിയിൽ കിട്ടുന്നു എന്നുള്ളത്. സപ്പോസ് കോപ്പിയും പ്രൊസീജിയർ വർക്ക് ഫോർ ടു പർട്ടിക്കുലർ സ്റ്റേറ്റ്, രണ്ട് പർട്ടിക്കുലർ സ്റ്റേറ്റിന് ഇതേ ഒരു കോപ്പിയും പ്രൊസീജിയർ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനോട് നമ്മൾ എടുക്കുന്നു. സൈ ഫൈ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഇതെന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു ആക്ടിങ് ഓൺ സൈ ടെൻസർ പ്രോഡക്റ്റ് കെറ്റ് സൈ ടെൻസർ പ്രോഡക്റ്റ് കെറ്റ് എക്സ് വിൽ ഗിവ് സൈ സൈ, പിന്നെ സൈക്ക് വരെ ഫൈ കൊടുത്താൽ യു ആക്ടിങ് ഓൺ കെറ്റ് ഫൈ ടെൻസർ പ്രോഡക്റ്റ് കെറ്റ് എസ് വിൽ ഗിവ് കെറ്റ് ഫൈ ടെൻസർ പ്രോഡക്റ്റ് കെറ്റ് ഫൈ. അതായത് ഇവിടെ സൈനെ കോപ്പി എടുക്കുന്നു, ഇവിടെ ഫൈനെ കോപ്പി എടുക്കുന്നു. അതായത് നമുക്ക് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള സൈ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ കോപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനിയിപ്പോ സൈനെയും ഫൈനെയും കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഫൈന്റെ കോപ്പീസ് വരും, സൈന്റെ കോപ്പീസും വരും. ഇനി ഇവിടെ നമ്മൾ ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഈ രണ്ട് ഇക്വേഷന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടെ കാണിച്ചിട്ടില്ല, അത് വിട്ടുപോയതാണ്. അപ്പൊ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് രണ്ടാമത്തേനെയാണ് ഫസ്റ്റിൽ വെച്ച് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്ന ബ്രാ സ്പേസിൽ എടുക്കുന്നത് രണ്ടാമത്തെ തന്നെയാണ്. അങ്ങനെ എടുക്കുന്ന കേസിൽ എന്ത് വരുന്നു എന്ന് വെച്ചാൽ ബ്രാ ഫൈ ടെൻസർ പ്രൊഡക്റ്റ് ബ്രാ എസ് യു ഡാഗർ എന്നുള്ള രീതിയിലേക്ക് വരും ഇതിന് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്ന കേസിൽ. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ടെൻസർ പ്രൊഡക്റ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഓരോരോ സ്പേസുകൾ പരസ്പരമായിരിക്കും ടെൻസർ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും വരുന്നുണ്ടാവുക. അതായത് ഈ ഒരു ഇതിലാണെങ്കിൽ ആദ്യത്തിലാണെങ്കിൽ ഫസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് സൈ ആദ്യത്തെ പൊസിഷനിലുള്ളതാണ്, രണ്ടാമത്തെ പൊസിഷനിൽ എസ് ആണ്. ഇവിടെ ആദ്യത്തെ പൊസിഷനിൽ ഫൈ, രണ്ടാമത്തെ പൊസിഷനിൽ എസ് ആണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഫൈയും സൈയും ആണ് ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുക, അല്ല ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. പിന്നെ എസും പരസ്പരമാണ് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ഫൈയും സൈയും ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ബ്രാ ഫൈ കെറ്റ് സൈ എന്നുള്ള രീതിയിൽ വരും. പിന്നീട് ഇതിന്റെ ഇടയിൽ എന്ത് വരുന്നു എന്ന് വെച്ചാൽ യുഡാഗർ യു വരും. ഇത് ഓൾറെഡി യൂണിറ്ററി ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ എന്താ വരിക എന്ന് വെച്ചാൽ ബ്രാ ഫൈ ടെൻസർ പ്രൊഡക്റ്റ് ബ്രാ എസ് യുഡാഗർ ആക്ടിങ് ഓൺ യു കെറ്റ് സൈ ടെൻസർ പ്രൊഡക്റ്റ് കെറ്റ് എസ് ആണ്. അപ്പൊ ആ യുഡാഗർ യു എന്ന് പറയുന്ന ഐഡന്റിറ്റി ആയിപ്പോ പിന്നെ ബ്രാ ഫൈ കെറ്റ് സൈ എന്നുള്ളത് ഇവിടെ വരും, ബ്രാ ഫൈ കെറ്റ് സൈ എന്നുള്ളത് വരും. പിന്നെ കെറ്റ് എക്സ് ബ്രാ എക്സ് എന്ന് പറയുന്ന ഓൾറെഡി നോർമലൈസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എല്ലാം നോർമലൈസ്ഡ് വെക്ടർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് 1 ആയിപ്പോകും. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റിൽ എന്തായിരിക്കും ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ ഇതായിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോ റൈറ്റിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. റൈറ്റിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈയും ഫൈയും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പൊ സൈ ഫൈ എന്ന് പറയുന്നത് വരും. ഇവിടെ സൈയും ഫൈയും തമ്മിലാണ്. അപ്പൊ സൈ ഫൈ ഇന്നർ പ്രൊഡക്റ്റ് സൈഫൈ, ഇന്നർ പ്രൊഡക്റ്റ് സൈഫൈ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ ആണ് ഇത് വരുന്നുണ്ടാവുക. റൈറ്റില് ഇതിന്റെ ഹോൾ സ്ക്വയർ എന്നുള്ള രീതി. കാരണം രണ്ടിലും എന്താണ് സൈയും ഫൈയും പരസ്പരം മാറിക്കിടക്കുന്നത് കൊണ്ട് ഇത് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ രണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ഫൈ സൈ എന്നുള്ള രീതിയിലുള്ള രണ്ടെണ്ണാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ രണ്ട് സ്റ്റേറ്റ്, ഒരു ഫൈയും ഒരു സൈയും എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ആ കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ത്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സൈഫൈ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് സൈഫൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്.
ഇനി ദിസ് ഇസ് എൻ ഇക്വേഷൻ ഓഫ് ദി ഫോം എക്സ് is equal to എക്സ് സ്ക്വയർ. ഇത് എക്സ് is equal to എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ ആണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ സൈയും ഫൈയും രണ്ട് സ്റ്റേറ്റ് കോപ്പി ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ അത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് കിട്ടും. അപ്പോൾ എക്സ് is equal to എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യെങ്കിൽ ഈ എക്സിന് എന്തുണ്ടാവും എന്ന് വെച്ചാൽ സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ എക്സിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എക്സ് is equal to 0 എക്സ് is equal to 1 എന്ന് പറയുന്ന ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിന് രണ്ട് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, എക്സ് is equal to 1 എക്സ് is equal to 0. അപ്പോൾ ഇത് ഒന്നുകിൽ എക്സ് is equal to 0 ആവണം, എക്സ് is equal to 1 ആവണം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ബ്രാ ഫൈ കെറ്റ് സൈ ആണ്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്? സൈയും ഫൈയും തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ 1 ആവണം. ഈ 1 ആവുക എന്ന് വെച്ചാൽ എന്താണ്? സൈയും ഫൈയും സെയിം ആണെന്നുള്ളതാണ്. എപ്പോഴും ഒരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് നോർമലൈസ്ഡ് ആണെങ്കിൽ 1 ആവുക, പിന്നെ 0 ആവുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യും? കോപ്പി ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അവ എന്താണെന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകിൽ അവ പാരലൽ ആയിരിക്കും, സെയിം സ്റ്റേറ്റ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള രീതിയിലെ ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. അതായത് നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ രണ്ട് സ്റ്റേറ്റുകൾ, ആർബിട്രറി സ്റ്റേറ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു അസംപ്ഷൻ എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അവ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള. അപ്പോ എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, so for the above equation we get two result, either get psi is equal to get phi or get psi. Okay, നമുക്ക് രണ്ട് റിസൾട്ട് ആണ് കിട്ടുന്നത്. Thus cloning device can only clone states which are orthogonal to one another. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഒന്നുകിൽ എക്സ് is equal to 0 അല്ലെങ്കിൽ എക്സ് is equal to 1 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് 0 അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് 1 എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? Thus a cloning device can only clone states which are orthogonal to one another. ഒന്നുകിൽ ഈ ഒരു സ്റ്റേറ്റ്സ് പരസ്പരം ഓർത്തോഗണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ മാത്രമാണ് എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ക്ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് therefore general cloning device is impossible. അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ക്ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന് ക്ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആർബിട്രറി സ്റ്റേറ്റ്, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. സപ്പോസ് നിങ്ങൾക്ക് ഒരു ക്ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ആർബിട്രറി സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലോൺ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തേ ചെയ്യാൻ പറ്റില്ല? ആ ഒരു സ്റ്റേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ആ സ്റ്റേറ്റിനെ തന്നെ വീണ്ടും ക്ലോൺ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റുന്ന അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനെ മാത്രമേ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു സൈഫൈ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റിനെ ക്ലോൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അസംഷനിൽ എടുക്കുമ്പോൾ നമുക്ക് എത്തിയിട്ടുള്ള റിസൾട്ട് എന്താണ്? ഒന്നുകിൽ അവ പാരലൽ ആയിരിക്കണം അല്ലെങ്കിൽ അവ പെർപെൻഡിക്കുലർ ആയിരിക്കണം, എങ്കിലേ നമുക്ക് അതിനെ ക്ലോൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഇവിടെ ഇത് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഒന്ന് നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടാമത്തെ അതിന് മസ്റ്റ് ആയിട്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു പോസിബിലിറ്റി എങ്കിലും ഉണ്ട്, നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി എങ്കിലും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ഏതൊരു ആർബിട്രറി സ്റ്റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നമുക്ക് അസംഷനിലേക്ക് എത്താൻ പറ്റും. ഇതാണ് നോൺ ക്ലോണിംഗ് തിയറം എന്ന് പറയുന്നത്. നോൺ ക്ലോണിംഗ് തിയറത്തിൽ പറയുന്നത് states that it is impossible to create an independent and identical copy of arbitrary unknown counter state. ഒരു ആർബിട്രറി അൺനോൺ കോണ്ടർ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ നിങ്ങൾക്ക് കെറ്റ് 0 കെറ്റ് 1 എന്നൊക്കെ പറയുന്ന സൂപ്പർപൊസിഷൻ സ്റ്റേറ്റിൽ അല്ലാത്ത സ്റ്റേറ്റിനൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഒരു ആർബിട്രറി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ നമുക്ക് എ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബി ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്ന പോലത്തെ സ്റ്റേറ്റിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് അതിന്റെ ഒരു കോപ്പി വേറൊരു സൈസായി എന്ന് പറയുന്നതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് നോ ക്ലോണിംഗ് തിയറം. ഈ രീതിയിലാണ് അതിന്റെ പ്രൂഫ് വരുന്നത്. ഇത്രയാണ് ക്വാണ്ടം സർക്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലേ? അതെ അതെ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ നിങ്ങൾ കൂടുതലും വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് വേണ്ടത് ശരിക്ക് കാര്യമായിട്ട്. അതിന് ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾ അതിന്റെ PDF ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾ കാര്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യണം, എങ്കിലേ മാത്രമേ നിങ്ങൾക്ക് ആ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ആവുള്ളൂ. എന്തെങ്കിലും ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടോ? സ്മാരറ്റ് ടീച്ചറെ ക്വസ്റ്റ്യൻ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാർ? അതെ അതെ അതെ. Okay. Thank you, sir, for the wonderful session. Thank you. Okay. Thank you.